സൂര്യ, വിവേകേ, ഒരു ഫോട്ടോ ആരോ നശിപ്പിച്ചു, അതല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഞാൻ ആ ഫോട്ടോ ഹാളിൽ വെച്ചപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞവളാണ് നന്ദിനി. പക്ഷേ പതുക്കെ പതുക്കെ അവളത് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോ ഒരു നിമിഷം അയാൾ അതിനെ അഭിമാനത്തോടെ നോക്കി നിൽക്കും. അതൊരു പെണ്ണിന്റെ മനസ്സല്ല. ആ വീടിനകത്ത് തനിക്കും ഒരു സ്ഥാനം ഉണ്ടെന്നുള്ളൊരു തോന്നലും വിശ്വാസവുമാണ്. അതാണ് എടുത്ത് നശിപ്പിച്ചത്. വിവാഹ നിശ്ചയം അടുത്തിരിക്കുന്ന ഇങ്ങനൊരു സിറ്റുവേഷനിൽ നീ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനൊരു കാര്യം ആരാ ചെയ്തേ? ആന്റിയാണോ? എനിക്കറിയില്ല. ആ ഫോട്ടോ വികൃതമാക്കിയ കൈ ആരുടേതായാലും ഇനി അത് ചലിക്കില്ല. ഞാൻ കാര്യമായിട്ട് തന്നെ പറയുന്നേ. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നീ പറയുമ്പോൾ നിന്നെ സമാധാനിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. പക്ഷെ ഇതല്പം കടുത്തുപോയി. അവഗണിക്കേടാ. ആ വീടിനകത്ത് സൂര്യ ഒന്നുമല്ലാന്ന് വരുത്തി തീർക്ക. ഇത്രയും നാളെ എന്നെ പേടിയോടെ നോക്കിയിരുന്നവര് ഇന്ന് എന്നെ തിരിച്ചു പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഓൺലി ബിക്കോസ് ഓഫ് ഹെർ. ഹരിത അവളുടെ വരവോടെ മാറി മറിഞ്ഞത് എന്റെ അവസ്ഥയാണ് വിവേക്. അവളും അവളുടെ ആങ്ങളെയും, അവരുടെ രണ്ടുപേരുടെയും പേരിൽ അഹങ്കരിക്കുന്ന എന്റെ അമ്മ. എന്റെ ജീവിതത്തിന് അവര് വില പറയാൻ തുടങ്ങിയിരിക്കുന്നു. നന്ദിനി എന്ത് പറഞ്ഞു? അയാളൊന്നും പറയില്ലല്ലോ. ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നു. പക്ഷേ അയാളുടെ കണ്ണുകളിലെ വിഷമം എനിക്ക് മനസ്സിലാവും. അയാൾക്ക് സങ്കടം ഉണ്ടാവും, നല്ല സങ്കടം ഉണ്ടാവും. ഉണ്ടാവൂടാ. പക്ഷെ സൂര്യ, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നീ ഇതിനെ എങ്ങനെ പ്രതികരിക്കാൻ ശ്രമിച്ചാലും അത് തെറ്റായൊരു കാര്യമാണ്. വിവാഹ നിശ്ചയം കഴിയട്ടെ, എന്നിട്ട് മതി കണ്ടുപിടിക്കുന്നതും പകരം ചോദിക്കുന്നതൊക്കെ. എടാ, ക്ഷമിക്കാൻ തീരുമാനിച്ചാല് അവരെന്റെ അഭിമാനം കുത്തിപ്പറിക്കും. എന്റെ നന്ദിനിയെ എന്നേക്കാവട്ടെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അത് ഞാൻ സമ്മതിക്കില്ല. നന്ദിനിക്ക് ഒരുപാട് വേദനകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ പകരമായിട്ട് ഞാൻ അയാളെ സ്നേഹിച്ച് തീർക്കുകയാണ്. അതിനിടയിൽ ഒന്ന് നുള്ളി നോക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. നീ നോക്കിക്കോ. എന്റെ നന്ദിനിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. അതിന് വീട്ടുകാരോടായാലും വിരുന്നുകാരോടായാലും. ഏട്ടാ, പാണ്ഡവൻചോല ക്ഷേത്രത്തിൽ നിന്ന് ഒരാളു പോലും അറിയാതെ വിഗ്രഹം എടുത്തത് ദേ ഇവരാണ്. സുദർശനെ ജീവനെ പോലെ സ്നേഹിക്കുന്നവർ, ഇന്നും മറക്കാത്തവർ. സുദർശനു വേണ്ടി ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യും. ഞങ്ങളുടെ ജീവൻ വരെ തരാൻ ഞങ്ങൾ തയ്യാറാ. തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത് പത്മിയുടെ മകളുടെ വിവാഹ നിശ്ചയം നടത്തിക്കൊടുക്കാന്നുള്ളതാണ്. അവര് സുദർശനന്റെ ശത്രുക്കളല്ലേ? അവരെ സഹായിക്കാൻ മാഡം എന്തിനാ ശ്രമിക്കുന്നത്? വിവാഹ നിശ്ചയം ഭംഗിയായി നടത്തിക്കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് ഭംഗിയായി നടന്നെന്ന് തോന്നാനല്ല, ഭംഗിയായി നടന്നെന്ന് എനിക്ക് തോന്നാനാ. എടാ പിള്ളേരെ, ഗംഗ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ഒന്നല്ല 10 അർത്ഥം ഉണ്ടാവും. അത് സൂക്ഷിച്ചോണം കേട്ടല്ലോ. മാഡം പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിശ്ചയം നടക്കുന്നത് നമുക്കൂടി വേണ്ടപ്പെട്ട മണ്ഡപത്തിൽ വെച്ചാണ്. അവരെല്ലാവരും എനിക്കറിയാം. പുറത്തുനിന്നുള്ള ആളുകളായിട്ട് നിങ്ങൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല. പകരം നിങ്ങൾ അതിനകത്തുണ്ടാവണം. അതെങ്ങനെ നടക്കും ഗംഗേ? വിവാഹ നിശ്ചയത്തിന് പത്മ ഇവരെ ക്ഷണിച്ചിട്ടുണ്ടോ? പിന്നെ യുവന്മാരെങ്ങനെയാ ആ വഴിക്ക് പോകുന്നത്? നിങ്ങളിൽ ഒരാൾ പാചകക്കാരുടെ കൂട്ടത്തിൽ നിൽക്കണം, ഒരാൾ ഇലക്ട്രീഷ്യൻ, ഒരാൾ ഹാളിന്റെ നടത്തിപ്പുകാരൻ. അങ്ങനെ തുടക്കം മുതൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ആരും സംശയിക്കില്ല. അത് കൊള്ളാം ഗംഗേ, അത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ നിനക്ക് ഈ ബുദ്ധിയൊക്കെ എവിടെന്നാ കിട്ടുന്നേ? മാഡം നമ്മുടെ സുദർശനന്റെ ഭാര്യയല്ലേ?
സുദർശനൻ ഇതുവരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് മാഡത്തിന്റെ മുമ്പിൽ വെച്ചല്ലേ? അല്ലേ മാഡം? അതെ, കേട്ടതൊന്നും സുദർശന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇപ്പൊ കേട്ടതെല്ലാം പ്രയോഗിക്കേണ്ട സമയമാണ്. ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായി നിങ്ങൾ ഹാളിൽ ഉണ്ടായിരുന്നാൽ മതി. വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ തന്നോളാം. അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി. വിവാഹ നിശ്ചയത്തിന്റെ ദിവസം നമ്മുടേതാണ്, സുദർശന്റേതും. അല്ല ഗംഗേ, വിവാഹം മുടക്കലാണോ അതോ ആരെങ്കിലും കൊല്ലലാണോ അതോ നീ അന്ന് പറഞ്ഞ ആ ബോംബ്?